ആ നമുക്കിതാണ് ശരയൂ നദി. വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന സ്ഥലമാണത്. നമുക്കെന്ന് വെച്ചാൽ രാമായണത്തിൽ പറയുന്ന പോലെ ശ്രീരാമൻ ജലസമാധി ആയ സ്ഥലമാണ്. അതുകൊണ്ട് ശ്രീരാം ഘാട്ട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ലക്ഷ്മണൻ ഒരു ദിവസം മുമ്പിലാണ് ജലസമാധി ആകുന്നത്. അത് ഇവിടുന്ന് ഇനി ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അത് ലക്ഷ്മണ ഘാട്ട്. കാരണം ലക്ഷ്മണൻ ഒരു ദിവസം മുമ്പിൽ ജലസമാധിയായി പോവാണ്. അതിൻ്റെ പിന്നാലെയാണ് ശ്രീരാമൻ ജലസമാധിയാകുന്നത്. ആ ജലസമാധിയായ സ്ഥലമാണ് ശ്രീരാമൻ. വളരെ പുണ്യമായ സ്ഥലം. വളരെ തീർത്ഥാടനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അയോധ്യയിലുള്ള സ്ഥലമാണ്. കാലം ആദ്യം ഇറങ്ങാൻ പാടില്ല എന്നോ എന്തോ പറഞ്ഞില്ലേ? അതെ, ശ്രദ്ധിക്കേണ്ട വെറുതെ നമ്മൾ അത് നമുക്കിവിടെ സ്നാനം ചെയ്യാൻ വരുന്നവർ ചെരുപ്പിട്ട് ഇറങ്ങരുത്. അതുമാത്രമല്ല കാല് നനയ്ക്കരുത്. കാരണം വെച്ചാൽ പുണ്യ സ്ഥലം, വളരെ പുണ്യമായ തീർത്ഥാടനം ആയതുകൊണ്ട് നമുക്ക് ആദ്യം കാലിൽ നനയ്ക്കാൻ പാടില്ല. കൈകൊണ്ട് തൊട്ട് വെള്ളം തൊട്ടിട്ട് വേണം പിന്നെ കാലിൽ നനയ്ക്കാൻ.